നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ മകം തൊഴാൻ വൻ ഭക്തജന തിരക്ക്. രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടും ഇറക്കിപ്പൂജയോടും കൂടിയാണ് മകം തൊഴൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇപ്പോൾ മകം തൊഴൽ ആരംഭിച്ചിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാത്രി 10:30 വരെ ഈ മകം തൊഴൽ നീളും. ഈ സമയം ഭക്തർക്ക് സർവാഭരണ വിഭൂഷിതയായ ദേവിയെ ദർശിക്കാം. ചോറ്റാനിക്കരയിൽ നിന്ന് നവമി ദിനേശ് തത്സമയം ചേരും. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ചരിത്രവും വിവരങ്ങളുമായി സുവി വിശ്വനാഥനും നമുക്കൊപ്പം ചേരും. ആദ്യം നവമിയിലേക്കാണ്. നവമി, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴൽ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ കൃത്യം 2 മണിയായിരിക്കുന്നു. നട തുറന്നു. ദേവീ ദർശനം ഭക്തർക്ക് സാധ്യമായോ? തീർച്ചയായും ഭവ്യ, പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 2 മണിക്ക്, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴലിനായി ദേവിയുടെ നട തുറന്നു കഴിഞ്ഞു. ഭക്തരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ചുറ്റും കാണുന്ന ഈ ഒരു നീണ്ട നിര, ദേവിയെ കാണാൻ ഇന്നലെ മുതൽ തന്നെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ തന്നെ വന്ന് ക്യൂവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം എത്രയും വേഗം തുടങ്ങുമ്പോൾ തന്നെ ദേവിയെ കണ്ട് ആ ഒരു ഭക്തി, ദേവിക്ക് മുന്നിൽ ദേവീനെ പ്രാർത്ഥിച്ച് തങ്ങളുടെ ആരോഗ്യത്തിനും ഒപ്പം തന്നെ കുടുംബജീവിതത്തിനും അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടി അങ്ങനെ പല ആഗ്രഹങ്ങളും പല വിശ്വാസങ്ങളുമായി ഇവിടെ എത്തിയവരുണ്ട്. തൻ്റെ ദുഃഖങ്ങളെല്ലാം ദേവിക്ക് മുന്നിൽ പറഞ്ഞ് തീർക്കുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ എല്ലാവരും ഇവിടെ എത്തി ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസമനുസരിച്ച്, ഈ ചോറ്റാനിക്കര ദേവിയുടെ വിശ്വാസമനുസരിച്ച് മകം തൊഴലിന് വന്ന് തങ്ങളുടെ ദുഃഖങ്ങൾ ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മകം തൊഴലിന് മുൻപായി ആ പ്രശ്നം, ആ ഒരു ദുഃഖം മാറിക്കിട്ടും, തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരുമെന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ ആ വിശ്വാസം ഫലിച്ചവർ തന്നെയായിരിക്കും ഇവിടെ എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്നതും. ഇത്രയും വലിയ ചൂടിനെയും ഇത്രയും വലിയ നീണ്ട ക്യൂവിനെയൊക്കെ യാതൊരു പ്രശ്നവുമില്ലാതെ തന്നെ ഇവിടെ എത്തി ദേവിയെ കാണുന്നതിനുള്ള കാരണം അത് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതും. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇവിടെ ഇത്തവണത്തേക്ക് ദേവസ്വം വകുപ്പ് പ്രതീക്ഷിക്കുന്നതും. നമ്മളും അത് തന്നെയാണ് ഇവിടെ കാണുന്നതും. കാരണം സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിലൂടെയാണ് പ്രധാനപ്പെട്ട പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിലൂടെ അകത്തേക്ക് കടന്ന് ഒരു വലം വെച്ചായിരിക്കും ദേവിയുടെ ഉള്ളിലേക്ക്, ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ദർശനത്തിന് അമ്പലത്തിന്റെ നടയ്ക്ക് ഉള്ളിലേക്ക് കടക്കുക. അധിക സമയം തന്നെ നിർത്തില്ല. കാരണം ഇത്രയും അധികം തിരക്കുകൾ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ദേവിയെ തൊഴുതതിനു ശേഷം ഇവരെ മറ്റൊരു വഴിയിലൂടെ വടക്കേ ഭാഗത്തിലൂടെയും പുറത്തേക്ക് വിടുകയും ചെയ്യും. 2 മണി മുതൽ 10:30 വരെയാണ് സാധാരണ എല്ലാ വർഷവും മകം തൊഴലിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ആൾക്കാരുടെ, അതായത് ഭക്തജനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ 11:30 വരെയാണ് ഇത്തവണത്തെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 11:30 വരെ ആണ് അത്. പക്ഷേ അതിൽ നിന്ന് നീളാനും ഒരു സാധ്യതയുണ്ട്. വരുന്ന എല്ലാ ഭക്തരെയും ദേവിയെ കണ്ട് ദേവിയുടെ അനുഗ്രഹം വാങ്ങി തന്നെയായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വൈകിയാലും ഒരു ഭക്തരെ പോലും നിരാശരായി മടക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ബാരിക്കേഡുകൾക്കുള്ളിലൂടെ മാത്രമായിരിക്കും ഉള്ളിലേക്ക് കടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഏകദേശം ഇവരുടെ ഒരു നിരീക്ഷണം ഇവരുടെ മേൽ എല്ലാവരും ഉണ്ടാകും. എല്ലാവർക്കും അത്തരത്തിൽ വലിയൊരു ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഭക്തരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വിശ്വാസം അനുസരിച്ച് ചില മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉള്ളവർക്ക് പോലും ഇവിടെ വന്ന് ദേവിയെ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ച നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന തരത്തിൽ അങ്ങനെ പല വിശ്വാസങ്ങളിലൂടെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ചൂടാണ്. വലിയ ഈ ഒരു ഉച്ച സമയം, 2 മണി സമയം എന്ന് പറഞ്ഞാൽ വലിയ വെയിലാണ്. അതിനെ പോലും ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ആളുകളെല്ലാം നാമജപം, ദേവി നാരായണ എന്നുള്ളൊരു നാമജപം ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ ദേവിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും വരാറുണ്ടോ? ആദ്യമായിട്ട് വന്ന ഈ ഒരു ചൂടൊക്കെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എത്ര നേരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? വെളുപ്പിന് തൊട്ടേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് വന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നത്. എവിടെയാ വീട്?
ഹരിപ്പാട്. എല്ലാ വർഷവും വരാറുണ്ട്. ഞങ്ങൾക്ക് ദേവിയെ കണ്ട് എത്ര ഞങ്ങൾക്ക് കഷ്ടപ്പാടാണെങ്കിലും ചൂടാണെങ്കിലും ഞങ്ങൾക്ക് ദേവിയെ കണ്ട് തൊഴുത് ഞങ്ങൾക്ക് ദേവി അതിനുള്ള അനുഗ്രഹങ്ങളും തരുന്നുണ്ട്. എല്ലാ വർഷവും ദേവി വരാനുള്ള അനുഗ്രഹം തരണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ മടങ്ങുന്നത്. ദേവിയിൽ നല്ല വിശ്വാസമുണ്ട്. 2017 മുതൽ ദേവിയിൽ ആശ്രയിച്ചതാണ്. ദേവിയാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, എത്ര വർഷമായി വരുന്നുണ്ട്? 3 വർഷമായി മോൻ തൊഴാൻ തുടങ്ങി. എല്ലാ വർഷവും വരാറുണ്ട്. പാലക്കാട് ഫാമിലിയാണ്. പാലക്കാട് നിന്നൊക്കെ ദേവിയെ കാണാൻ ഇവിടെ എല്ലാ വർഷവും വരാറുണ്ട്. വളരെ വിശ്വാസമാണ്. രാവിലെ വന്നു. അപ്പൊ എത്ര നേരം രാവിലെ കുറെ സർവാഭരണ വിഭൂഷിതയായി ദേവി വിശ്വമംഗലം സ്വാമിക്ക് വിശ്വരൂപ ദർശനം നൽകിയ പുണ്യദിനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ചോറ്റാനിക്കരയിൽ മകം തൊഴൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളത്. ഇത്തവണ വലിയ നീണ്ട ക്യൂവാണ് ചോറ്റാനിക്കരയിൽ അനുഭവപ്പെടുന്നത്. കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴൽ ആരംഭിച്ചിരിക്കുന്നു. നട തുറന്ന ഭക്തർക്ക് ദർശനം നൽകി തുടങ്ങിയിരിക്കുകയാണ്. ദേവി വലിയ തിരക്കാണ് ചോറ്റാനിക്കര അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നവമി അവിടെ നിന്ന് തന്നെയാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥനും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുവി, അവിടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇന്നലെ ഉച്ചയോടുകൂടി പോലും തങ്ങളുടെ ഇരിപ്പിടം അല്ലെങ്കിൽ തങ്ങൾ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഭക്തർ. അത്രമാത്രം തിരക്കുണ്ടാകും. വിശ്വപ്രസിദ്ധമാണ് മകം തൊഴൽ. പ്രത്യേകിച്ചും ചോറ്റാനിക്കരയിൽ ഏറ്റവും പ്രസിദ്ധമായൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ മകം തൊഴൽ തന്നെയായിരിക്കും. ഒരുപാട് നാള് സുവിയും ഈ മകം തൊഴലിന് അവിടെ ഉണ്ടായിരുന്നു, റിപ്പോർട്ടിംഗ് ചെയ്ത ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് മകം തൊഴൽ എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് സുവി. ഭവ്യ മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് ഇപ്പോൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രം. പ്രാർത്ഥനകളാണ് അവിടെ നിന്ന് ഉയരുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ എന്ന മന്ത്രം മാത്രമാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ഉയരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ നീണ്ട ക്യൂ, ഭക്തരുടെ ഒരു വലിയ നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാത്രി 10:30 വരെയാണ് ഇവർക്ക് ദർശനത്തിനുള്ള സമയം നൽകിയിരിക്കുന്നത്. എന്നാലും ഏറ്റവും ഒടുവിലത്തെ ഭക്തനെ കൂടെ കടത്തിവിട്ട ശേഷമായിരിക്കും നട അടയ്ക്കുക എന്നാണ് ദേവസ്വം പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തിരക്കാണ് ചോറ്റാനിക്കരയിൽ അനുഭവപ്പെടുന്നത്. മന്ത്രോച്ചാരണങ്ങൾ അവിടെ നിന്ന് ഉയർന്നു കേൾക്കാം. വലിയ ഭക്തിയോടുകൂടി ദേവിയെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ. ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ കുംഭമാസത്തിലെ മകം എന്ന് പറയുന്നത്. മകം തൊഴലാണ് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം. അന്ന് മകം എഴുന്നള്ളിപ്പോടുകൂടിയാണ് ഈ ചടങ്ങുകൾ തുടങ്ങുക. ഇപ്പോൾ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, വില്വമംഗലം സ്വാമിയാർക്ക് സർവാഭരണ വിഭൂഷിതയായി ചോറ്റാനിക്കര ദേവി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് മകം തൊഴൽ. അതിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് മകം തൊഴൽ ചടങ്ങ് നടക്കുന്നത്. ആകാശത്തുകൂടെ സഞ്ചരിക്കുകയായിരുന്ന വില്വമംഗലം സ്വാമിയാർക്ക് ഒരിക്കൽ ഈ പ്രദേശത്തെത്തിയപ്പോൾ, ചോറ്റാനിക്കര ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു തേജസ് കാണുവാൻ സാധിച്ചു. അത് ഈ അവിടെയുള്ള കുളത്തിലെ ദേവി വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹം വില്വമംഗലം സ്വാമിയാർ മേൽക്കാവിൽ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ദേവിയുടെ ചൈതന്യം രുദ്രഭാവത്തിലായിരുന്നു അതുവരെ ചോറ്റാനിക്കരയിൽ ദേവി ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ രുദ്രഭാവം വെടിഞ്ഞ് സാധാരണ ഭക്തജനങ്ങൾക്ക് മുമ്പിൽ സാത്വിക ഭാവത്തിലെത്തുന്ന ഒരു ദേവി ചൈതന്യത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഏതായാലും വില്വമംഗലം സ്വാമിയാർക്ക് അന്ന് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകി എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ തങ്കഗോളക, താമരമാലയെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ചോറ്റാനിക്കര ദേവി അവിടെ വില്വമംഗലം സ്വാമിയാർക്ക് മുമ്പിൽ എത്തിയത്. ആ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് മകം തൊഴൽ. ആ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ട് വില്വമംഗലം സ്വാമിയാർക്ക് അതിനുശേഷം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ മകം
തൊഴൽ ദിവസം എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവി ചൊരിയുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും വിവാഹിതരായ സ്ത്രീകൾ സുമംഗലിയാകുന്നതിനും ഒപ്പം തന്നെ വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കുന്നതിന് വേണ്ടിയുമാണ് ഈ ചോറ്റാനിക്കര മകം തൊഴലിനായി എത്തുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ ചോറ്റാനിക്കര മകം തൊഴലിന് വേണ്ടി അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മുതൽ തന്നെ ക്യൂവിൽ ഇടം പിടിക്കാൻ നിരവധി സ്ത്രീകൾ, വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീകളാണ് ചോറ്റാനിക്കരയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നവമി ചോദിച്ചവരെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ മുതൽ എത്തിയതാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അത്രത്തോളം വിശേഷപ്പെട്ടതാണ് ഇന്ന് ഈ ദിവസം. പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ ദിവസം തൊഴുകുക എന്ന് പറഞ്ഞാൽ മംഗമാർക്കാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉച്ച കഴിഞ്ഞ് വേഗത്തിൽ നട അടയ്ക്കും. 2 മണി കഴിഞ്ഞ് നട തുറക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇപ്പോൾ മകം തൊഴൽ ആരംഭിച്ചിരിക്കുകയാണ്. സർവാഭരണ വിഭൂഷിതയായി ദേവി ഭക്തർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ശീവേലി, 7 ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ശീവേലി, ഒപ്പം തന്നെ മേൽക്കാവിലും കീഴ്ക്കാവിലും പ്രത്യേകം പൂജകൾ ഇവയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ മകം തൊഴലിന് വേണ്ടി നട തുറന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ തങ്കഗോളക അണിഞ്ഞ്, താമരമാല അണിഞ്ഞ്, ആഭരണങ്ങളും പട്ടുടയാളുകളും ധരിച്ചുകൊണ്ടാണ് ദേവി ഇന്ന് ഭക്തർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ്. വർഷത്തിൽ ഈ ഒരു ദിവസമാണ് ഏറ്റവും ഈ തങ്കഗോളക അണിഞ്ഞുകൊണ്ട് ദേവിയെ കാണാൻ സാധിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ചോറ്റാനിക്കരയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഭക്തജനങ്ങൾ ദേവിയെ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പുണ്യം നേരിട്ട് ഏറ്റുവാങ്ങുന്നു എന്നാണ് പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇന്ന് രാത്രി 10:30 വരെയാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക. രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി 10:30 വരെ. ഏറ്റവും അവസാനത്തെ ഭക്തയെ കൂടെ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും നട അടയ്ക്കുക എന്ന് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കുകയും ചെയ്തു. ചോറ്റാനിക്കരയിലേക്ക് ഭക്തരാണ് ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഞാൻ സുബിയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നവമിയിലേക്ക് എത്താം. സുബി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുബി, അവസാനത്തെ ഭക്തൻ പോലും ദർശനം കിട്ടിയ ശേഷം മാത്രമേ നടയടയ്ക്കുകയുള്ളൂ എന്ന് അധികൃതർ കൃത്യമായി പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ എല്ലാ ഭക്തർക്കും ദർശനം സുഗമമാക്കുന്ന രീതിയിൽ ഏർപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ് ഏർപ്പെടുത്തിയത്? എന്താണ് അതിൻ്റെ ഒരു വിശദാംശം? ഭവ്യ, രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കിപ്പൂജയോടും കൂടിയാണ് മകം തൊഴൽ ചടങ്ങിന് തുടക്കമായത്. പടിഞ്ഞാറേ നടയിലൂടെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുടുംബമായി എത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയുമാണ് കടത്തിവിടുന്നത്. ഈ 2 ഭാഗങ്ങളിലും വലിയ നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഈ ക്യൂവിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ സ്ഥാനം പിടിക്കാൻ ആളുകൾ എത്തിയിരുന്നു. പ്രത്യേകിച്ചും ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ എത്തിയിരുന്നു. ഒപ്പം ഇവിടെ എത്തുന്ന ഭക്തർക്ക് വിശ്രമത്തിനും മറ്റും വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ദേവസ്വത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായും ഞാൻ സുബിയിലേക്ക് എത്താം. ഇപ്പോൾ നവമി കൂടി തത്സമയം ചോറ്റാനിക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. നവമി, വലിയ ക്യൂ ആണ് ഉള്ളത്. നമ്മളോട് നേരത്തെ പ്രതികരിച്ച ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മുതൽ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഭക്തലക്ഷങ്ങളൊക്കെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ അവസാന ഭക്തനും പോലും ദേവിയെ സുഗമമായി ദർശിച്ച് പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ട് എന്ന് നമുക്ക് കരുതാം. അല്ലെ, അതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നവമി ഇപ്പോൾ ചോറ്റാനിക്കരയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ചോറ്റാനിക്കര അപ്പോൾ സംവിധായകൻ ഷാജി കൈലാസ് സാറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പക്ഷേ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ മകം തൊഴൽ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2-ന് കൃത്യം 2 മണിക്കാണ് മകം തൊഴൽ ദർശനത്തിനായി ക്ഷേത്രനട തുറന്നത്.
രാത്രി 10:30 വരെ ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശേഷപ്പെട്ട തങ്ക ഗോളകയും ആഭരണങ്ങളും പട്ടുടയാടകളും താമരമാലയും അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി നെയ്വിളക്കിന്റെ കാന്തിയിൽ ദേവി ഭക്തലക്ഷങ്ങൾക്ക് ദർശനം നൽകുന്ന ദിവസമാണ് മകം തൊഴൽ. ഇതിനായി 10,000-കണക്കിന് ഭക്തരാണ് ചോറ്റാനിക്കരയിലെത്തുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഭക്തർ ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ചും പടിഞ്ഞാറെ നടയിലൂടെയും പുരുഷന്മാരെയും കുടുംബമായി എത്തുന്നവരെ വടക്കേ പൂരപ്പറമ്പിലൂടെയുമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുക. കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴാൻ ദേവിയുടെ നട തുറന്നിരിക്കുകയാണ്. സുവി വിശ്വനാഥൻ ന്യൂസ് ഡെസ്കിൽ നിന്നും തുടരുന്നുണ്ട്. സുവി, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ക്രമീകരണങ്ങളെക്കുറിച്ചായിരുന്നു. സുവിക്ക് തുടരാം. ഭവ്യ, വലിയ ക്രമീകരണങ്ങളാണ് ചോറ്റാനിക്കര മകം തൊഴലിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ളത്. വലിയ ക്യൂവും സംവിധാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ തലേദിവസം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, തലേദിവസം മുതൽ തന്നെ ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നൊരു കാഴ്ച ഉണ്ടാകാറുണ്ട്. അവർക്ക് വേണ്ട വെള്ളം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ക്യൂവിനിടയിൽ വിതരണം ചെയ്യാൻ അധികൃതർ ശ്രദ്ധിക്കാറുണ്ട്. ഒപ്പം തലകറങ്ങി വീഴുന്ന അല്ലെങ്കിൽ രോഗബാധിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങളും ദേവസ്വം അധികൃതർ ഒരുക്കാറുണ്ട്. ഇന്നും ആ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഈ മകം തൊഴൽ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ എത്തിയ ഭക്തരുണ്ടായിരുന്നു. രാവിലെ 5:30 കൂടിയാണ് ഈ മകം തൊഴൽ ചടങ്ങിന് തുടക്കമായത്. ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കി പൂജയും നടന്നു. അതോടുകൂടിയാണ് മകം തൊഴൽ ചടങ്ങുകൾ തുടങ്ങിയത്. ആറാട്ടുകടവിൽ പറ സ്വീകരിച്ച ശേഷം ഭഗവതിയുടെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു, ശീവേലിയുമുണ്ടായിരുന്നു. ചോറ്റാനിക്കര NSS കരയോഗത്തിന് മുന്നിലും പറ സ്വീകരിച്ചിരുന്നു. തുടർന്ന് 7 ആനകൾ നിലനിൽക്കുന്ന എഴുന്നള്ളിപ്പായിരുന്നു. ഈ ശീവേലിയോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക. ചോറ്റാനിക്കര മുരളീധര മാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളവും നടന്നു. തുടർന്ന് ഉദയനാപുരം CS ഉദയകുമാറിൻ്റെയും സംഘത്തിൻ്റെയും സ്പെഷ്യൽ നാഗസ്വരം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയാണ് ഈ സ്പെഷ്യൽ നാഗസ്വരം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മകം തൊഴലിന് വേണ്ടി നട തുറന്നിരിക്കുന്നത്. 10,000-കണക്കിന് സ്ത്രീജനങ്ങൾ, ഭക്തരാണ് ഈ മകം തൊഴലിന് വേണ്ടി ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചോറ്റാനിക്കര ദേവിയോട് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിപ്പോകും എന്നാണ് വിശ്വാസം. സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവർ, ഒപ്പം തന്നെ രോഗപീഠ അനുഭവിക്കുന്നവർ, വിവാഹം മുടങ്ങി നിൽക്കുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കുമായി ഇന്നേ ദിവസം ദേവിയോട് പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം ഈ ചോറ്റാനിക്കര മകം തൊഴലിന് മുമ്പ് ആ കാര്യങ്ങളെല്ലാം സാധിക്കും എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ചും വില്വമംഗലം സ്വാമിയാർക്ക് സർവാഭരണ വിഭൂഷിതയായി ദേവി ദർശനം നൽകി എന്നാണ് ഈ ദിവസം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുംഭമാസത്തിലെ മകം നാളിൽ മകം തൊഴൽ നടത്തിപ്പോരുന്നത് എന്നാണ് വിശ്വാസം. ഏതായാലും മേൽക്കാവിലും കീഴ്ക്കാവിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത്. 2 മണിക്ക് തന്നെ നട തുറന്നു. ദേവിയെ ദർശിക്കാനുള്ള തിരക്ക് നമുക്ക് കാണാം. ഇനി ഒരിടവേള പോലുമില്ലാതെ നട ഒരു തവണ പോലും അടയ്ക്കാതെ 10:30 വരെ ഇത്തരത്തിലുള്ള ദർശനം അനുവദിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുടുംബവുമായി എത്തുന്നവർക്കും പൂരപ്പറമ്പിലൂടെയുള്ള വഴിയിലൂടെയാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഈ പടിഞ്ഞാറേ നടയിലൂടെയാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും നീണ്ട ക്യൂ ഇപ്പോഴും നമുക്ക് കാണാം. രാത്രി 10:30 അവസാനത്തെ ഭക്തയെ കൂടെ കടത്തിവിട്ടതിനു ശേഷം മാത്രമായിരിക്കും നട അടയ്ക്കുക എന്നാണ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തവണ 1 ലക്ഷത്തോളം ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാൾക്ക് നാൾ നമുക്കറിയാം, ചോറ്റാനിക്കരയിൽ നാൾക്ക് നാൾ മകം തൊഴലിനുള്ള ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഓരോ വർഷവും വന്നു ചേരാറുള്ളത്. ഇത്തവണയും വലിയ തോതിലുള്ള ഭക്തർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രി സഹായങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വലിയ ക്രമീകരണങ്ങളോടുകൂടി ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ
ഭക്തരെ ദേവിയുടെ ദർശനത്തിന് വേണ്ടി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് കാണാൻ സാധിക്കുക. പ്രമുഖരോടൊപ്പം, സാധാരണക്കാരോടൊപ്പം പ്രമുഖരുടെ ഒരു നീണ്ട നിരയും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ മകം തുഴലിന്, അതായത് 2 മണിക്ക് മകം തുഴൽ തുടങ്ങുന്നതിന് മുമ്പ് നാഗസ്വര മേളം ഉണ്ടായിരുന്നു. ആ നാഗസ്വര മേളത്തിന്റെ അകമ്പടിക്ക് ശേഷമാണ് ഇപ്പോൾ മകം തുഴൽ നടന്നിരിക്കുന്നത്. ഷാജി കൈലാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തുന്നുണ്ട്. രോഗപീഠ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെ അത്തരത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് എത്രത്തോളം ആ വിശ്വാസം അത് ആ ഒരു നോക്ക് കണ്ട് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും നിവാരണം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ എത്തുന്നത്. നമുക്ക് ഒരു മന്ത്രം മാത്രമാണ് ഇപ്പോൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ എന്ന മന്ത്രം മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഇപ്പോൾ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോരുത്തരെയായി ഇപ്പോൾ ദേവി ദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭവ്യ, തീർച്ചയായും സുബി, ഇത്രമാത്രം തിരക്കുള്ള സാഹചര്യത്തിൽ, ഇത്രമാത്രം ഭക്തർ ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷയും അതുപോലെ തന്നെ പ്രധാനമാണ്. പ്രത്യേകിച്ചും മോഷ്ടാക്കളടക്കം ഇത്രയും ആളുകൾ കൂടുന്നിടത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു വിന്യാസം എങ്ങനെയാണ്, സുരക്ഷ എങ്ങനെയാണ് പ്രത്യേകിച്ചും നടപ്പാക്കിയിരിക്കുന്നത് ചോറ്റാനിക്കരയിൽ? ഭവ്യ, കനത്ത സുരക്ഷയിലാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഉള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുവേണ്ട മകം തൊഴലിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഏതാണ്ട് 800-ലും 1000-നും ഇടയിൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. വഴികൾ, അതായത് ഈ ക്യൂ സംവിധാനങ്ങളെല്ലാം ബാരിക്കേഡുകൾ വെച്ച് തീർത്തിട്ടുണ്ട്. ക്യൂ സംവിധാനങ്ങൾക്കിടയിലെല്ലാം തന്നെ പന്തലിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭക്തർക്ക് വലിയ തോതിൽ നല്ല കനത്ത വെയിലാണ്, നല്ല കനത്ത ചൂടാണ്, കുംഭമാസത്തിലെ ചൂടാണ്. ആ ചൂടിനെ വകവെച്ചു പോലും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും പന്തൽ ഉൾപ്പെടെ ആക്കിക്കൊണ്ടാണ് ദേവസ്വം ഭാരവാഹികൾ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും വനിതാ പോലീസിന്റെ സഹായമുണ്ട്. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം, വെള്ളം ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഭക്തജനർ ഇപ്പോഴും മകം തുഴൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നീണ്ട ക്യൂ ദൃശ്യമാണ്. ഇനിയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കൂടുതൽ ആളുകൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ഭഗവതിയെ തൊഴാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭവ്യ, തീർച്ചയായും നിരവധി ഭക്തരാണ് ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ മകം തൊഴൽ ആരംഭിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് ചോറ്റാനിക്കര മകം തൊഴലിനായി എത്തിയത്. സുബി വിശ്വനാഥൻ ന്യൂസ് ഡെസ്കിലും തുടരുന്നുണ്ട്. സുബി, ഇത്രമാത്രം തിരക്കുള്ളൊരു സാഹചര്യത്തിൽ വലിയ ഗതാഗത നിയന്ത്രണങ്ങളും ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണ് അല്ലേ? എങ്ങനെയാണ് പ്രത്യേകിച്ചും ചോറ്റാനിക്കരയിലെ പരിസര പ്രദേശങ്ങളിലേക്ക് ഒരു ഗതാഗത നിയന്ത്രണത്തെ ഏർപ്പെടുത്തിയത്? അതിനെക്കുറിച്ച് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? ഭവ്യ, നിരവധി ആളുകൾ എത്തുന്നതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണവും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. മുളന്തുരുത്തി ഭാഗത്തു നിന്നും തിരുവാങ്കുളം, കൂരിക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡിൽ പ്രവേശിക്കാതെ ബൈപ്പാസ് വഴി പോകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വെണ്ണിക്കുളം, മൂരിയമംഗലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അടിയാക്കൽ പാലത്തിലൂടെ കടന്നു പോകണം എന്നും അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൽ ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെയെല്ലാം തന്നെ ഈ റോഡുകളിലെല്ലാം തന്നെ ക്യൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്തൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗതം തിരിച്ചുവിട്ടിട്ടുണ്ട്. 5 DYSPമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മോഷ്ടാക്കളെയും ഗുണ്ടകളെയും നിരീക്ഷിക്കാൻ മഫ്തിയിലും പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലും പരിസരത്തും 80ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വലിയ തിരക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അക്രമ സംഭവങ്ങൾ, അതുപോലെ തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട് തന്നെ അതിനു വേണ്ട ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മകം തൊഴൽ ദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഭവ്യ, ശരി സുബി, തുടരുക ദയവായി. ഇപ്പോൾ നവമി ദിനേശ് കൂടി ചോറ്റാനിക്കരയിൽ നിന്ന് തുടരുന്നുണ്ട്. നവമി,
വലിയൊരു ക്യൂ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്താണ് നവമിക്ക് അനുഭവപ്പെടുന്നത്? വലിയ തിരക്കാണോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്? എന്താണ് സാഹചര്യം അവിടുത്തെ? വലിയ തിരക്ക് തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും ഭവ്യ, കഴിഞ്ഞ വർഷത്തതിനേക്കാളും അധികം ആളുകളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും വലിയ രീതിയിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരു തടസ്സവും കൂടാതെ ദേവിയെ മനസ്സ് നിറയെ കണ്ട് ദർശിച്ച ശേഷം ആശീർവാദം നേടിയ ശേഷം ഇവിടേക്ക് പോകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പടിഞ്ഞാറേ നടയിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ച ശേഷം മറ്റൊരു ഭാഗത്തൂടിയായിരിക്കും ഇവരെ പുറത്തേക്ക് കടത്തിവിടുക. ഈ ബാരിക്കേഡുകൾ വച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിനുള്ളിൽ കൂടി മാത്രമായിരിക്കും ഇവർക്ക് പ്രവേശനമുള്ളൂ. ഇന്നലെ രാവിലെ മുതൽ വരുന്നവരെ നമ്മൾ കണ്ടതാണ്. നമ്മൾ അവരുടെയൊക്കെ പ്രതികരണം തേടിയതാണ്. ഇന്നലെയൊക്കെ വളരെ വർഷങ്ങളായി ഇതിനു മുൻപ് 2017 മുതൽ വരുന്നവരുണ്ട്. എല്ലാ മകം തൊഴലും ദേവിയെ കണ്ട് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം മാത്രം പോകുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും വരുന്നവരുണ്ട്. ഇന്നലെ മുതൽ തന്നെ പലരും ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇത്രയും വെയില് ചൂടൊക്കെ അവർ അതിനെയൊക്കെ മറന്ന് ദേവി എന്നുള്ളൊരു നാമജപം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ എല്ലായിടത്തും, അതായത് ഈ അമ്പലത്തിന്റെ തന്നെ 4 ഗേറ്റിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ എല്ലാം ഓരോ രീതിയിൽ ഓരോ ഭാഗത്തുകൂടി മാത്രമേ, ഓരോ ഗേറ്റ് വഴി മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുള്ളൂ. കാരണം അത്രയേറെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. യാതൊരു തടസ്സവും കൂടാതെ ഇവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുമുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ ഭക്തർക്കുണ്ടാകും. അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും ഉള്ളിലേക്ക് ഉള്ള പ്രവേശനം. 2 മണിക്ക്, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴൽ ആരംഭിച്ചു. ഇത് സാധാരണ 10:30 വരെ, 10:30 വരെയാണ് ഈ മകം തൊഴൽ നീണ്ടു നിൽക്കുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചധികം ആളുകൾ എത്തി എന്നുള്ളൊരു വിലയിരുത്തലിൽ 11:30 വരെ ആയിരിക്കും ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുക. അതും തന്നെ എങ്കിൽ പോലും, അതായത് വരുന്നവരെ ആരെയും വിഷമിപ്പിക്കാതെ ദേവിയെ കാണാൻ അത്രയേറെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്നവർക്ക് ദേവിയെ കാണാനുള്ള സൗകര്യം, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അടക്കം. അപ്പോൾ ഇന്നലെ മുതൽ ക്യൂവിൽ ഇടം പിടിച്ച ഒരുപാട് സ്ത്രീകളും അമ്മമാരുമുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏത് തരത്തിലാണ് ഒരുക്കിയത്? പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഏത് തരത്തിലായിരുന്നു? ഭവ്യ, അതായത് ഈ ക്യൂവിൽ, അതായത് ദേവിയെ കാണുന്നതിന് മുൻപായി ഒരുക്കിയിരിക്കുന്ന ക്യൂവിലായിരുന്നു മിക്കവരും ഉണ്ടായിരുന്നത്. അവിടെ തന്നെ കിടന്നുറങ്ങിയവരെയും നമ്മൾ പരിചയപ്പെട്ടു. അവർക്ക് ഈ ദേവസ്വം ബോർഡ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് വെള്ളം, ആവശ്യമായ വെള്ളം, ലഘുഭക്ഷണം, ഉച്ചഭക്ഷണം ഇതെല്ലാം ദേവസ്വം ബോർഡ് തന്നെ കരുതിയിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായി തന്നെ അത് കൊടുക്കുകയും ചെയ്തു. യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സുഗമമായി അവർക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്കായി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അടക്കമാണ് ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിച്ചിരിക്കുകയാണ്. രാത്രി 10:30 വരെ മകം തൊഴൽ നീളും.